എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 148 പേജ് 148 ഏതാണ് ഡിഫറൻസ് ഇൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ബയോളജിയുടെ വർഗീകരണത്തിലെ വ്യത്യാസം. ഡിഫറൻസ് ഇൻ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ അർത്ഥം വർഗീകരണത്തിലെ വ്യത്യാസം. ഓക്കെ, ഏർലിയർ ദ കിങ്ഡം പ്ലാന്റേ വാസ് ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിവിഷൻസ്. അതായത് നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എന്ത് ചെയ്തിരുന്നു? കിങ്ഡം പ്ലാന്റയെ 5 ഡിവിഷനുകളായിട്ട് തരംതിരിച്ചിരുന്നു, അല്ലെങ്കിൽ 5 ഗ്രൂപ്പുകളായിട്ടാണ് തരം തിരിച്ചിരുന്നത്. ഏതെല്ലാമാണ് ആ 5 ഗ്രൂപ്പുകൾ എന്നൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾക്ക് പറയാം തലോഫൈറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ്, രണ്ടാമതായിട്ട് ബയോഫൈറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ്, മൂന്നാമതായിട്ട് ടെറീഡോഫൈറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പ്, നാലാമതായിട്ട് ജിംനോസ്പേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അഞ്ചാമതായിട്ട് ആൻജിയോസ്പേസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ 5 ഗ്രൂപ്പുകളെക്കുറിച്ചും നമ്മൾ ഇതിന് മുൻപത്തെ പേജിൽ ഓൾറെഡി ഇതിന് മുൻപത്തെ 2 വീഡിയോസിലായിട്ട് പഠിച്ചിട്ടുണ്ട്. അവയുടെ സ്വഭാവം, അവയുടെ പ്രത്യുൽപാദന രീതി, അവ കാണപ്പെടുന്ന സ്ഥലം, അവയിലുള്ള സൈലമുണ്ടോ അല്ലെങ്കിൽ അവയുടെ സംഭാവന രീതികൾ, അല്ലെങ്കിൽ അവയുടെ പ്രത്യുൽപാദന രീതികൾ, അവ എങ്ങനെയാണ് ന്യൂട്രിയൻസും പോഷകങ്ങളും അവയുടെ ശരീരത്തിലേക്ക് എടുക്കുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവയെക്കുറിച്ച് അറിയാൻ ഇനി കൂടുതൽ ഓർമ്മയില്ലാത്തവർ മുൻപുള്ള 2 വീഡിയോകൾ കാണണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക എങ്ങനെയാണ് ഇത് നമുക്കറിയാം. ഇങ്ങനെ 5 ഡിവിഷനുകളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? തരം തിരിച്ചിരിക്കുന്നത്. അലഗെ ആൻഡ് ഫംഗൈ വെർ ഇൻക്ലൂഡഡ് ഇൻ ദ തലോഫൈറ്റിയ. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ എന്താണ്? തലോഫൈറ്റയിൽ ഏതെല്ലാം ജീവജാലങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം ഗ്രൂപ്പുകളെയാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്? അലഗകളെയും ഫംഗസുകളെയുമാണ് ഏതിൽ? തലോഫൈറ്റയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഹവർ എന്നിരുന്നാലും ഇൻ സബ്സിക്വൻറ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, തുടർന്നുണ്ടായ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഫംഗൈ ഫ്ലംജൈ വെർ പ്ലേസ്ഡ് ഇൻ സെപ്പറേറ്റ് കിങ്ഡം ആൻഡ് ബേസ്ഡ് ഓൺ ദെയർ യുണീക്ക് ക്യാരക്ടേഴ്സ്. പിന്നെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഫ്ലംജൈസിന് അല്ലെങ്കിൽ ഫംജൈസിന് എന്താണ് പറ്റിയത്? ഫംഗസുകൾ എന്താണ് പിന്നീട് നടന്ന വർഗീകരണത്തിൽ ഈ ഫംഗസുകൾക്കൊരു പ്രത്യേകതയുണ്ടായി. അവയുടെ ചില പ്രത്യേകതകളുടെ സ്വഭാവത്തിൻ്റെയും ഘടനയുടെയും ശരീരത്തിൻ്റെയും ഘടനയിലും ഉള്ള ആ വ്യത്യാസം കണ്ടെത്തിയതുകൊണ്ട് അവയെ പ്രത്യേകം കിങ്ഡങ്ങളിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ പല രീതികളിലും അവയെ തരംതിരിച്ചു. ആ കാര്യവും നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഫംഗസിനെ എന്തുകൊണ്ടാണ് വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്കായിട്ട് തരംതിരിച്ചതെന്ന് ചോദിച്ചാൽ അവയുടെ സ്വഭാവത്തിലും ഘടനയിലും ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാണ്. ഇൻ മെനി മോഡേൺ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, അതായത് ഇന്നിട്ടുള്ള ആധുനികപരമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സം അലഗേസ് ആർ ഇൻക്ലൂഡഡ് ഇൻ കിങ്ഡം പ്രോസ്റ്റിസ്റ്റ. അതായത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ഈ കാലഘട്ടത്തിലെ വർഗീകരണത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? കിങ്ഡം അലഗയിലെ പല ജീവജാലങ്ങളെയും എന്താണ് പ്രോട്ടിസ്റ്റായിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് കിങ്ഡം പ്രോട്ടിസ്റ്റായിലേക്ക് നമ്മൾ ഇന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അലഗെ വിച്ച് ഷെയർ മെനി ക്യാരക്ടേഴ്സ് വിത്ത് പ്ലാന്റ്സ് ആർ സ്റ്റിൽ ക്ലാസിഫൈഡ് വിത്തിൻ ദ കിങ്ഡം പ്ലാന്റേ. അതായത് നമ്മൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, അങ്ങനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും അലഗെ വിത്ത് ഷെയർ മെനി ക്യാരക്ടേഴ്സ്, അലഗെ എന്ന് പറയുന്നത് പല ക്യാരക്ടേഴ്സും ഷെയർ ചെയ്യുന്നുണ്ട് വിത്ത് പ്ലാന്റ്സ്, സസ്യങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആർ സ്റ്റിൽ ക്ലാസിഫൈഡ്, അവയെ പിന്നും വിഭജിച്ചിരിക്കുന്നത് എന്താണ്? വിത്തിൻ ദ കിങ്ഡം പ്ലാന്റേ, വിത്തിൻ കിങ്ഡം പ്ലാന്റേയിലാണ് അവയെ വിഭജിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് പോവുകയാണ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ പ്ലാന്റ്സ് ആർ ക്ലാസിഫൈഡ്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് പ്ലാന്റുകളെ വിഭജിച്ചിരിക്കുന്നതെന്ന്. ഫൈൻഡ് ഔട്ട് മോർ പ്ലാന്റ്സ് ദാറ്റ് ബിലോങ്സ് ടു ഈച്ച് ലെവൽ ആൻഡ് ടാബുലേറ്റ് ദം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ഔട്ട് മോർ പ്ലാന്റുകൾ, അതായത് കൂടുതൽ എന്താണ് ചെയ്യുന്നത്? പ്ലാന്റുകളെ, സസ്യങ്ങളെ കണ്ടെത്തി അവയെ ടാബുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ, അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറിൻ്റെ സഹായം നേടാം. പ്രിപ്പയർ എ ഹെർബേറിയം ഓഫ് ലോക്കലി അവൈലബിൾ പ്ലാന്റ്സ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഹെർബേറിയം പ്രിപ്പയർ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വിചാരിച്ച് കാണും ഒരു പുതിയ വാക്കാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹെർബേറിയം? ഹെർബേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് സ്പെസിമെൻസ് ആൻഡ് അസോസിയേറ്റഡ് ഡേറ്റ യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് സ്റ്റഡി. അതായത് ഹെർബേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ബുക്ക് പോലെയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അവിടെ
അവിടെ എന്താണ് ഡിഫറെൻറ്റ് പ്ലാന്റ്സുകൾ, അതായത് വ്യത്യസ്തങ്ങളായ പ്ലാന്റുകളും അവയുടെ സ്പെസിമെൻസും എന്ത് ചെയ്തിരിക്കുന്നു, കണ്ടെത്തി ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനാണ്? ശാസ്ത്രീയമായിട്ടുള്ള അവയുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഇവയെ കണ്ടെത്തി ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പുതിയ ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണുമ്പോഴും നമുക്കും ഒരു തമാശ പോലെ അല്ലെങ്കിൽ നമുക്കും ഒരു രസമായിട്ട് തോന്നാനുള്ള കാരണമുണ്ട്. ഫെയിം വിത്ത് ദ നെയിം, അതായത് പേരുകൊണ്ട് ഉണ്ടാകുന്ന പ്രശസ്തി അല്ലെങ്കിൽ പേരിലൂടെ ഉണ്ടായ പേരിനുള്ളിലെ പെരുമ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ എന്താണ്? സം ഇൻട്രസ്റ്റിംഗ് ക്യാൻ ഓൾസോ ബി ഫൗണ്ട് ഇൻ ദ സയൻറ്റിഫിക് നെയിംസ് ഓഫ് ഓർഗാനിസംസ്. ചില ജീവജാലങ്ങളുടെ ശാസ്ത്രീയ നാമത്തിൽ രസകരമായ സംഗതികളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിൽ രസകരമായ സംഗതികളുള്ള ചില ജീവജാലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുവാനായിട്ട് പോകുന്നത്. അപ്പം ഒന്നാമതായിട്ട് നമ്മളിവിടെ പറയുന്ന ജീവജാലം ഏതാണെന്ന് ചോദിച്ചാൽ സാന്ത്രാക്കോട്ടസ് വിജയകുമാരി എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സാന്ത്രാക്കോട്ടസ് വിജയകുമാരി എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിന് ഈ ഒരു പേര് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, ഈ ജീവജാലത്തെ സാന്ത്രാക്കോട്ടസ് വിജയകുമാരിയെ കാണുന്നത് എവിടെയാണ്? നെല്ലിയാമ്പതിയിലാണ് ഇവയെ കണ്ടുവരുന്നത്. പുതിയ ഒരു തരം വണ്ട് വർഗത്തിൽപ്പെട്ട ജീവജാലമാണ് ഇത്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് സാന്ത്രാക്കോട്ടസ് വിജയകുമാരി എന്ന് പറയുന്ന പേര്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 148 പേജിലാണ് കേട്ടോ, എല്ലാവരും നോക്കുക. ലിറ്റ്സിയ വാഗമോണിക്ക എന്ന് പറയുന്ന ഒരു ചെടിയുടെ വർഗ്ഗമാണ്. അപ്പോൾ ഈ ലിസ്റ്റിയ വാഗമോണിക്കയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവയെ കണ്ടെത്തിയത് എന്താണ്? ഇത് ഒരു തരം പാണൽ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അപ്പോൾ ആ കുറ്റിപ്പാണൽ വർഗ്ഗത്തിൽപ്പെട്ടവയാണ്. ഇവയെ കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വാഗമൺ എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വാഗമണിൽ കണ്ടെത്തിയ ഈ കുറ്റിപ്പാണൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് എന്താണ്? ലിസ്റ്റിയ വാഗമോണിക്ക എന്ന് പറയുന്നത്. ഇതും ഒരു പുതിയ അറിവായിരിക്കും, ഒരു രസകരമായ പേരുകളായിട്ട് നമുക്ക് തോന്നാം. ഇനി നമ്മൾ കാണാൻ പോണ എന്താന്ന് ചോദിച്ചാൽ ബ്രൂസേത്തോവ എന്ന് പറയുന്ന ഒരു ജീവിയാണ്. ഈ ബ്രൂസേത്തോവ എന്ന് ISRO അല്ലെങ്കിൽ ഇസ്രോ അല്ലെങ്കിൽ ISRO എന്ന് പറയുന്നു. അതിനെ കാണപ്പെടുന്നത് ഒരു തരം പരാത ജീവിയാണ് അല്ലെങ്കിൽ ഇത് ഒരു പാരസൈറ്റാണ്. ഇതിനെ നമ്മൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇതിനെ കാണപ്പെടുന്നത് കൊല്ലം കോസ്റ്റൽ ഏരിയയിൽ ഉള്ള മത്സ്യങ്ങളിൽ കണ്ടെത്തുന്ന ഒരിനം പരാതജീവിയാണ്. അതായത് മറ്റു ജീവജാലങ്ങളുടെ ശരീരത്ത് ജീവിക്കുന്ന ഒരു ജീവജാലമാണ്. ഇവയെ കൊല്ലം കോസ്റ്റൽ തീരത്താണ് കാണപ്പെടുന്നത്. ഇതിന് പറയുന്ന പേരാണ് ബ്രൂസൈത്തോവ ഇസ്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്രൂസൈത്തോവ ഇസ്രോ കൊല്ലത്തുള്ള ഒരു തീരത്ത് കാണപ്പെടുന്ന മത്സ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു പരാതജീവിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഭാഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക്. അപ്പോൾ ഇഫ് എ ന്യൂ ഓർഗാനിസം ഈസ് ഡിസ്കവേർഡ്, ഒരു പുതിയ ജീവിയെ കണ്ടെത്തിയാൽ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസം ആർ എക്സാമിൻഡ് ആൻഡ് കമ്പയർഡ് വിത്ത് ദാറ്റ് ഓഫ് അതർ നോൺ സ്പീഷീസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ. അതായത് നമ്മൾ മനസ്സിലാക്കുക, പുതുതായിട്ട് ഒരു ജീവിയെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? അവയുടെ സവിശേഷതകളെ, ക്യാരക്ടറുകളെ എന്താണ് മറ്റ് അറിയപ്പെടുന്ന സ്പീഷീസുകളുമായിട്ട് എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും അല്ലെങ്കിൽ താരതമ്യം ചെയ്യും. എന്താണ് അതിനെ തരംതിരിക്കുന്നത്? അങ്ങനെ താരതമ്യം ചെയ്തതിന് ശേഷമാണ് അവയെ തരംതിരിക്കുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, പെക്യൂലിയാരിറ്റീസ് ഓഫ് ദ ബോഡി സ്ട്രക്ചർ ആൻഡ് ബയോമോളിക്യൂൾസ്. അപ്പം ഇതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്നുള്ളവയാണ് അവയെ ഉപയോഗിക്കുന്നത്. അതായത് ഈ ജീവജാലത്തിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഏതെല്ലാമാണെന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കും. രണ്ടാമതായിട്ട് എന്താണ് അല്ലെങ്കിൽ നമ്മൾ താരതമ്യപ്പെടുത്തുന്നത് അതിനെ ഇതിനെ തരംതിരിക്കുന്ന ഇതിൻ്റെ ബാഹ്യപ്രകൃതി ആണ് ഒന്നാമതായിട്ട്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ശരീരത്തിൻ്റെ ആ സ്ട്രക്ചർ എങ്ങനെയുള്ളതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത്? ഒന്ന്, ഈ ജീവജാലത്തിൻ്റെ എന്ത് പഠിക്കും? മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കും. രണ്ടാമതായിട്ട് എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? അപ്പോൾ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ബയോളജിയിൽ എന്താണ് പറയുന്നത്? ഈ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ജീവജാലത്തിൻ്റെ അതിൻ്റെ സൈസിനെക്കുറിച്ചും ഷേപ്പിനെക്കുറിച്ചും അതിൻ്റെ രൂപത്തെക്കുറിച്ചും ഒക്കെ, ആ ഒരു ജീവി അനിമലാണെങ്കിൽ ആ അനിമലിൻ്റെ സൈസിനെക്കുറിച്ചും ഷേപ്പിനെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും ഒക്കെ അത് പഠിക്കുന്നു. അതുപോലെ തന്നെ അത്
എങ്ങനെയാണ് മറ്റുള്ള ജീവജാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതായത് അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ശരീരഭാഗങ്ങൾ മറ്റുള്ള ജീവജാലങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ മോർഫോളജിയെ ഒന്നാമതായിട്ട് പഠിക്കുന്നു. രണ്ടാമതായിട്ട് ഈ ജീവജാലത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് പഠിക്കുന്നത് അതിൻ്റെ പെക്യൂലിയാരിറ്റീസ്, വ്യത്യസ്തപരമായിട്ടുള്ള സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു. ഏതിനെല്ലാം? ബോഡി സ്ട്രക്ചർ, അവയുടെ ശരീരത്തിൻ്റെ ഘടനയുടെ വ്യത്യസ്തതയെക്കുറിച്ച് പഠിക്കുന്നു. ആൻഡ് ബയോമോളിക്യൂൾസ്, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പഠിക്കുന്ന കാര്യമാണ് അവയുടെ ബയോമോളിക്യൂൾസ്, അല്ലെങ്കിൽ എന്തു പറയും, അവയുടെ ജൈവ കണികകൾ, അവയുടെ ശരീരത്തിലുള്ള കണികകളെക്കുറിച്ചും നമ്മൾ പഠിക്കും. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്, അവയുടെ DNA മറ്റുള്ള ജീവികളുടെ DNA എന്ത് ചെയ്യും, താരതമ്യം ചെയ്യും എന്നുള്ളതാണ് ചെയ്യുന്നത്. തന്നെ കമ്പാരറ്റീവ് അനാലിസിസ് ഓഫ് ഓർഗാനിസംസ് DNA വിത്ത് ദാറ്റ് ഓഫ് ദ അതർ സ്പീഷീസ് ഓൾസോ ക്രൂഷ്യൽ. അതുപോലെ മറ്റുള്ള ജീവജാലങ്ങളുടെ സ്പീഷീസുമായിട്ട് അല്ലെങ്കിൽ അവയുടെ DNA കമ്പയർ ചെയ്യും. ഇഫ് ദെയർ ആർ സിഗ്നിഫിക്കൻറ്റ് ജനറ്റിക് ഡിഫറൻസ്, അവിടെ നമ്മൾ സാധാരണയിൽ കവിഞ്ഞതായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ള ജനറ്റിക്കൽ ഡിഫറൻസ് അല്ലെങ്കിൽ ജനിതക വ്യത്യാസമുണ്ടെങ്കിൽ ആ ജീവിയെ ഒരു പുതിയ സ്പീഷ്യസിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പുതിയതായിട്ട് കണ്ടെത്തുമ്പോൾ ഇത്രയും ജനറ്റിക്കൽ ഡിഫറൻസ്, ബയോളജിക്കൽ ഡിഫറൻസ്, സ്ട്രക്ചറൽ ഡിഫറൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇവയെല്ലാം വ്യത്യസ്തമാണെങ്കിൽ അവയെ പുതിയ ഒരു സ്പീഷ്യസിൽ ഉൾപ്പെടുത്തും. ദിസ് ഡിസ്കവറി ഈസ് ദെൻ പബ്ലിഷ്ഡ് ഇൻ ആൻ ഇൻ്റർനാഷണൽ സയൻസ് ജേർണൽ എന്ന്. അതിനുശേഷം എന്താണ് ചെയ്യുന്നത്, ഈ കണ്ടുപിടുത്തത്തെ ഒരു അന്തർദേശീയ സയൻസ് ജേർണലിൽ എന്ത് ചെയ്യുന്നു, പ്രസിദ്ധീകരിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ശാസ്ത്ര സമൂഹത്തിലുള്ള ജേർണൽ ആൻഡ് മെയ്ഡ് അവൈലബിൾ. അതിനുശേഷം അത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്യുന്നു, അവയെ നൽകുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും എന്തു പറ്റും, ഈ ജീവജാലത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവ് ജനങ്ങൾക്ക് കിട്ടും. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി അടുത്ത പാഠഭാഗത്തേക്ക് വീഡിയോയിലേക്ക് പോകാം. അത് വൈറസിനെ കുറിച്ചുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.